ഇന്ന് രാത്രിയിലും അവൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ സാവകാശത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ഒരു വേദഭാഗം കൂടി വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. ദാവീദിന്റെ ദൈവത്തോടുള്ളതായ ഒരു അപേക്ഷയായി ഇതിന്റെ പ്രാരംഭവാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി, പല ഭാഗങ്ങളിലും ഈ വിവരങ്ങൾ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ താൻ നേരിടുന്നതായ ആ പ്രതിസന്ധി എന്താണെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ഇവിടുത്തെ വിഷയമെന്ന് 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. ഇന്ന് ഈ ലോകത്ത് അനീതി വളരെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നു. ശരിക്കും ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായ നീതി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഈ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു കാര്യവും യഥാർത്ഥമായി നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും അതിൻ്റെ പിന്നാലെ പോകാതെ രാജ്യത്തിൻ്റെ സംരക്ഷണം ആഗ്രഹിക്കാതെ മറ്റ് പല രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതായി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു കൂട്ടർ എല്ലാ രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നവരായി മാറുന്നു. അവർക്ക് അവകാശപ്പെട്ടതുപോലും നിഷേധിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശരിയായ നീതി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നീതി നടപ്പിലാക്കി തരേണ്ടവർ പോലും നമ്മളെ ചൂഷണം ചെയ്യുവാൻ, നമ്മളെ ഏതെല്ലാം നിലയിൽ മറ്റുള്ളവരുടെ ഏതെങ്കിലും നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിൽ ആക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നീതി നടപ്പിലാക്കി കിട്ടേണ്ടതായ നീതിന്യായ കോടതിയെ പോലും വിലക്കെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യൻ മാറിയിരിക്കുന്നു. അതേ വിഷയം തന്നെയാണ് ഇവിടെ ദാവീദും പറയും, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. അപ്പം അനീതി ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന്റെ തെറ്റായുള്ളതായ അവരുടെ നീക്കം മൂലം ദാവീദ് അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഇവിടെ വിവരിക്കുന്നുണ്ട്. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. യഹോവേ, എത്രത്തോളം? യഹോവയെ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. താൻ ദൈവത്തോട് രക്ഷയ്ക്കായി അപേക്ഷിക്കുക. സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഒരു രാജ്യവും ഒരു ഭരണകൂടവും വാഗ്ദാനം ചെയ്യുമ്പോഴും പലപ്പോഴും അതിൻ്റെ യഥാർത്ഥമായ നീതി ലഭിക്കാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടം ജനം ഇന്നും നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് പറഞ്ഞത്, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു.
എൻ്റെ സകല വൈരികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചും ഇരിക്കുന്നു. ഇപ്പൊ തനിക്കെതിരായി വരുന്ന അനീതി പ്രവർത്തിക്കുന്ന സകല വൈരികളും നിമിത്തം താൻ നേരിടുന്ന പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവത്തോട് താൻ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ദൈവത്തോട് താൻ അപേക്ഷിക്കുകയാണ്, യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കണം, എൻ്റെ അപേക്ഷ കേൾക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, നമ്മുടെ അപേക്ഷയ്ക്ക് മുമ്പിൽ നീതിന്യായ കോടതികളിൽ നിന്ന് നീതി ലഭിക്കേണ്ടിടത്ത് നിന്നൊന്നും നമുക്ക് നീതി ലഭിക്കാതെ വരുമ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോക്കുവാനുള്ളത് യഹോവയുടെ മുഖത്തേക്കാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് ദാവീദ് എപ്പോഴും ഏത് സന്ദർഭത്തിലും ഏത് പ്രതിസന്ധിയും തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തനിക്ക് നോക്കുവാനുള്ളത് ദൈവത്തിന്റെ മുഖത്തേക്കാണ്. മറ്റൊരിടത്തു നിന്നും തനിക്കൊരു സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മറ്റൊരിടത്തു നിന്ന് നമുക്ക് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായം വരാനില്ല. ഈ ഭൂമിയിലുള്ളവരെല്ലാം അനീതി ചെയ്യുന്നവരാണ്, നീതികേട് പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാം വൈരികളായി മാറി കൂട്ടത്തോടെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം അവൻ കേൾക്കും, നമ്മുടെ അപേക്ഷ അവൻ കേൾക്കും, എൻ്റെ പ്രാർത്ഥന അവൻ കൈക്കൊള്ളും. ഇവിടെ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. തീർച്ചയായും ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ നാം അനുഭവിക്കുന്ന ഏത് പീഡയുടെയും മുൻപിൽ നമുക്ക് വഴി തുറന്നു തരുന്ന ഒരു നല്ല ദൈവത്തെ രാത്രിയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നമുക്കെതിരായി വരുന്ന എല്ലാ ശത്രുക്കളും ലജ്ജിച്ച് പിന്തിരിഞ്ഞ് ഭ്രമിച്ച് നാണിച്ചു പോകുന്ന ഒരനുഭവത്തിലേക്ക് ആ സ്വർഗത്തിലെ ദൈവം അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവൻ പുകയുന്ന തിരിയെ കെടുത്തുന്നവനല്ല, ചതഞ്ഞയോടെ ഓടിക്കുന്നവനുമല്ല. അല്പമെങ്കിലും ദൈവത്തിലുള്ളതായ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നെങ്കിൽ ഏതെല്ലാം നിയമങ്ങളും രാജ്യങ്ങളും ഭരണ സംവിധാനങ്ങളും ഈ ലോകത്തിലുള്ള ഏത് ശക്തിയും നമുക്കെതിരായി വന്നുകൊള്ളട്ടെ, അതിനെയെല്ലാം ജയിക്കുവാൻ കഴിയുന്ന, ജയിച്ച് ജയാളിയായി സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കിയിരിക്കുന്നതായ ആ വഴി നമ്മുടെ ജീവിതത്തിൽ എത്രയോ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണം. ഹല്ലേലൂയ, നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തകർന്നിരിക്കുന്നു, എൻ്റെ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കട്ടിലിനെ നനയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രശ്നവും പ്രതിസന്ധിയുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ, എല്ലാം തടയപ്പെടുമ്പോൾ, തടസ്സപ്പെടുമ്പോൾ നമ്മളെ വിടിയിപ്പാൻ സ്വർഗത്തിൽ ഒരുവനുണ്ടെന്നുള്ളതായ കാര്യം ജീവിതത്തിൽ ഓർമ്മ വരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് രാത്രിയിൽ അവനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി തീരുന്നെങ്കിൽ വലിയ വിടുതലിന്റെ കരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മളെ എതിർക്കുന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞ് ലജ്ജിച്ച് നാണിച്ചു പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ കരം വെളിപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ,
ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ദൈവവേദന എന്ന നിലയിൽ ഞാനിവിടെ ജീവിക്കുമ്പോൾ എനിക്ക് ആത്മീയമായും ഭൗതികമായും അവകാശപ്പെട്ടതെല്ലാം നിഷേധിക്കുന്ന, അതെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഞാനായിരിക്കുമ്പോൾ, ഈ ലോകമെല്ലാം എനിക്കെതിരായി തീരുമ്പോൾ, എല്ലാവരും വൈരികളായി തിരിഞ്ഞ് എന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ, എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട്, എൻ്റെ കണ്ണുനീര് കണ്ട്, എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ലജ്ജിച്ചു പോകാതെ വണ്ണം, ഞാൻ തല താഴ്ത്താതെ വണ്ണം എൻ്റെ തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കാണുന്നു. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കും. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം, തിരുകൃപ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.